അനുമോളെ വിജയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചെങ്കിലും പ്രേക്ഷകർക്കിടയിൽ ജയിച്ചത് അനുമോൾ ആയിരുന്നില്ല, അനീഷ് എന്ന കോമണർ ആയിരുന്നു. അനീഷ് ആയിരുന്നില്ലേ ബിഗ് ബോസിലെ യഥാർത്ഥ വിജയി എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തുകൊണ്ടും ആ കപ്പിന് അർഹൻ അനീഷ് തന്നെയായിരുന്നു. അതിൽ നിരവധി ഘടകങ്ങൾ ജനങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബഹുമാനം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നതായിരുന്നു. അത് അർഹതയാൽ നേടേണ്ട ഒന്നാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അനീഷ്. ഒരു കോമണറായി വന്ന് അയാൾ ഫിനാലിയിൽ എത്തി നിൽക്കുമ്പോഴേക്കും പ്രേക്ഷകർക്കിടയിൽ നിന്ന് അയാൾ തന്നെ നേടിയ ആ ഒരു സപ്പോർട്ടും സ്വീകാര്യതയും പോലെ തന്നെ വിലപ്പെട്ടതാണ് അയാൾ നേടിയെടുത്ത ആ ഒരു ബഹുമാനവും. അനുമോളെ പോലെ PR ചെയ്തും ഷോയിൽ കരഞ്ഞും സിമ്പതി പിടിച്ചു പറ്റിയും എന്നിട്ട് ലവ് സ്ട്രാറ്റജി ഉപയോഗിച്ച് അനീഷ് എന്ന മത്സരാർത്ഥിയെ പറ്റിക്കുക വരെ ചെയ്ത അനുമോൾക്ക് ബഹുമാനം പോയിട്ട് ഒരു സ്ഥാനം പോലുമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ അനീഷിനെ ഒപ്പം മത്സരിച്ച എല്ലാ മത്സരാർത്ഥികളും ബഹുമാനിക്കുന്നുണ്ട്. ആർക്കും അയാളോട് ഒരു വിരോധവുമില്ല, വെറുപ്പുമില്ല, വൈരാഗ്യവുമില്ല. വീക്കെൻഡിൽ വരുന്ന ലാലേട്ടൻ പോലും അയാളുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്നു. ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയില് സർവൈവൽ, ഗെയിം പ്ലാൻ, എന്റർടൈൻമെന്റ് ഇവയൊക്കെ പ്രധാനമാണെന്ന് നമ്മൾ എല്ലാവരും കരുതാറുണ്ട്. പക്ഷെ യഥാർത്ഥ നേട്ടം അതിനപ്പുറത്താണ്. അത് മറ്റുള്ളവരാൾ ബഹുമാനം നേടുക എന്നതിലാണ്. വീടിനകത്തെ എല്ലാവരുടെയും മനസ്സിലെ ബഹുമാനം നേടുക അത്ര എളുപ്പമല്ല. പക്ഷെ വീടിനുള്ളിൽ മാത്രമല്ല, ഭൂമിയുടെ പല കോണിലുള്ള പ്രേക്ഷകരാൽ അയാൾ ആ ബഹുമാനം നേടി. കപ്പ് കിട്ടിയില്ലെങ്കിലും ആ ഒരു ബഹുമാനം അയാൾക്ക് കിട്ടി. അത് തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടേണ്ട യഥാർത്ഥ നേട്ടം. ജീവിതം മുഴുവൻ ലഭിക്കുന്ന ഒരു അംഗീകാരവും.